Caucasus University. ജോർജിയയിലെ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് കൗക്കാസസ് യൂണിവേഴ്സിറ്റി. നിർത്ത് കുറെ ആയില്ലേ കൗക്കാസസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് പറയാൻ പറ്റുമോ? ഓക്കെ, ചോദിച്ചോ. ശരിക്കും ഈ കൗക്കാസസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് നമ്മള്, കുറേ വീഡിയോസ് ഈ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് ഒന്നും അധികം വന്നിട്ടില്ല മലയാളത്തിൽ. അതെ, ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നോക്കുന്നത് അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അവൈലബിൾ ആണോ, ആ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് അവർക്ക് കുറേ വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൗക്കാസസ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റ് എവിടെയാണോ അവിടേക്ക് വരെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അവൈലബിൾ ആണ്. ബൈ മെട്രോ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ബസ് ഉണ്ട്, ബസ് നമ്പർ 328. ആ ബസ് നമ്പർ 328 ഡയറക്റ്റ് കൗക്കാസസ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് വഴി വരെ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അതല്ല, നിങ്ങൾ ബസ് പ്രിഫർ ചെയ്യുന്നില്ല, നിങ്ങൾ ടാക്സി സർവീസാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കൗക്കാസസ് യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ ടാക്സി സർവീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, മെട്രോവും ഇത് എത്ര നമുക്ക് എന്താ കോസ്റ്റ് വരും? നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ എത്ര വരും? ജോർജിയ എന്നുള്ള കൺട്രി പൊതുവെ ചീപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒരുക്കുന്ന ഒരു കൺട്രിയാണ്. കാരണം ജോർജിയ എന്നുള്ള ഒരു കൺട്രിയിൽ മൊത്തത്തിൽ മെട്രോ കണക്റ്റഡ് ആണ്. ഒട്ടുമിക്ക മെയിൻ സിറ്റീസും കണക്റ്റഡ് ത്രൂ എ ബിഗ് മെട്രോ നെറ്റ്വർക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്ക് ഏറ്റവും കുറവ് കോസ്റ്റ് വരുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. അതായത് നിങ്ങൾ ഒരു സ്റ്റുഡൻറ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ, നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ് കാർഡ് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 0.2 ജെൽ, അതായത് ജെൽ എന്ന് വെച്ചാൽ ജോർജിയയിൽ ലാരി, അതായത് ജോർജിയയിൽ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന കറൻസിയാണ് ജോർജിയൻ ജെൽ. ആ ജോർജിയൻ ജെല്ലിൻ്റെ 1 ജെൽ ഈക്വൽസ് ഓൾമോസ്റ്റ് ലൈക്ക് 30 ഇന്ത്യൻ റുപ്പീസ് ആണ് ഇന്നത്തെ അപ്രോക്സിമേറ്റ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ വെറും 0.2 ജെല്ലാണ് നിങ്ങൾക്ക് 90 മിനിറ്റ്സ് ട്രാവൽ. അത് ബസ്സായിക്കോട്ടെ മെട്രോ ആയിക്കോട്ടെ, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം 90 മിനിറ്റ്സ് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് ആകെ വരുന്ന ചിലവ് 0.2 ജെൽ. അത് ഈക്വൽസ് ജസ്റ്റ് 6.7 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 7 ഇന്ത്യൻ റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 വേ ട്രാവൽ ചെയ്യാം 90 മിനിറ്റിലേക്ക്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മളെ കമന്റ് ബോക്സിലൊക്കെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് അവിടെ അടുത്ത് അക്കോമഡേഷൻസ് മറ്റിതൊക്കെ അവൈലബിൾ ആണോ എന്താണ്? ജോർജിയയിലെ യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവിടെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസിനും സ്വന്തമായിട്ട് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഇല്ല. അതാണ് ഒരു പരമസത്യം എന്ന് വെച്ചാൽ ജോർജിയയിലെ ഗവൺമെൻറ്, അതായത് ജോർജിയയിൽ ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, മേജർ യൂണിവേഴ്സിറ്റീസിനൊന്നും സ്വന്തമായിട്ട് അക്കോമഡേഷൻ ഫെസിലിറ്റി ഇല്ല. അവർ യൂസ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് അപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ്. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് അവൈലബിൾ. യൂണിവേഴ്സിറ്റിയുടെ വാക്കബിൾ ഡിസ്റ്റൻസിൽ വരെ നമുക്ക് പ്രൈവറ്റ് അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. അതല്ല, ജോർജിയ വെൽ കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോർജിയയിലെ ഏത് മേജർ സിറ്റിയിലും നിങ്ങൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, പ്രൈവറ്റ് അക്കോമഡേഷനിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ മെട്രോ സ്റ്റേഷൻ മെട്രോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വെരി എക്കണോമിക്കലി, അതായത് ഫിനാൻഷ്യലി ആൻഡ് ടൈം സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ജോർജിയയിലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് യാതൊരുവിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തം അക്കോമഡേഷൻ ഫെസിലിറ്റീസ് മേജർ യൂണിവേഴ്സിറ്റീസിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് അക്കോമഡേഷൻസ് ആയാലും നിങ്ങൾക്ക് ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ സെക്യൂർ അതായത് കൗക്കാസസ് യൂണിവേഴ്സിറ്റി എത്രത്തോളം സെക്യൂർഡ് ആണ് എന്നുള്ളത്. ഞാൻ കണ്ടതിൽ വെച്ച് കൗക്കാസസ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ എൻട്രൻസിൽ എപ്പോഴും 24/7 CCTV സർവേലിയൻസും പിന്നെ ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ സേവനവും അവൈലബിൾ ആണ്. അതായത് തികച്ചും സ്ട്രേഞ്ചറായ ഒരാൾക്ക് ഒരിക്കലും കൗക്കാസസ് യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവിന് വരികയാണ്, നിങ്ങൾക്ക് മുൻകൂട്ടി ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സെക്യൂരിറ്റി ഓഫീസർ ഇൻസൈഡ് അലോ ചെയ്യുള്ളൂ. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരെങ്ങനെ എൻട്രി എന്ന് വെച്ചാൽ, ഈവൻ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഈ മൈന്യൂട്ട് കാര്യം പറയുന്നത്. സ്റ്റുഡൻസിന് അവരുടെ സ്റ്റുഡൻറ് കാർഡ് പഞ്ച് ചെയ്തിട്ട്, അതായത് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് കാർഡ് പഞ്ച് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ്സ് ഓപ്പൺ ആവുള്ളൂ. സോ അത്രയും സെക്യൂർ, നിങ്ങളിപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി എത്ര സെക്യൂർഡ് ആണെന്നുള്ളതിന് ഏറ്റവും വലിയ പ്രൂഫാണ് ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം. അതായത് സ്ട്രേഞ്ചറായ ഒരാൾക്ക് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് കടക്കാനും പറ്റത്തില്ല അൺലെസ് ആൻഡ് അൺടിൽ ആ സെക്യൂരിറ്റി ഓഫീസർ അലൗസ് വിത്ത് എ വാലിഡ് പെർമിഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ദിൻഷാദ് കൗക്കാസസ് യൂണിവേഴ്സിറ്റി പോയ ഒരാളാണ്.
അപ്പോൾ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് അതുപോലുള്ള അവിടെയുള്ള ഫെസിലിറ്റീസ് എങ്ങനെ അതിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും? ഞാൻ ജോർജിയയിലെ പല യൂണിവേഴ്സിറ്റീസും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് ഒരു വെറൈറ്റി ആയി തോന്നിയത് ജോർജിയയിലെ കൗക്കാസസ് യൂണിവേഴ്സിറ്റിയുള്ള ലൈബ്രറി മൾട്ടി സ്റ്റോറിയുടെ ലൈബ്രറിയാണ്. പല യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറീസ് സിംഗിൾ സ്റ്റോറിയുടെ ലൈബ്രറിയാണ്, വാസ്റ്റ് ആയിരിക്കും. ബട്ട് ജോർജിയയിലെ കൗക്കാസസ് യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മികച്ച വലിയൊരു ലൈബ്രറിയാണ്. ഒട്ടനവധി ബുക്സ് കൊണ്ട് കൂടാതെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈബ്രറിയിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ റിസോഴ്സ്, അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കാൻ വിട്ടുപോയെങ്കിൽ ഓൺലൈൻ റിസോഴ്സ് ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ മെറ്റീരിയൽസിലൂടെ നിങ്ങൾക്ക് റിസർച്ച് ഫെസിലിറ്റി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കണമെങ്കിലുണ്ടെങ്കിലും അവിടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കണ്ടത് വെച്ച ഒരു 10 to 12 പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ആ മൾട്ടി സ്റ്റോറേജ് ലൈബ്രറിയിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ലാപ്ടോപ്പില്ല, നിങ്ങൾ ടാബ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ റിസർച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഫീച്ചറാണ് ലൈബ്രറിൻ്റെ ഉള്ളിൽ തന്നെ. അതുപോലെ തന്നെ ക്യാൻറ്റീൻ്റെ അതും ക്യാൻറ്റീൻ ഞാൻ കണ്ടതിൽ വെച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാധാ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും. അത് കുറച്ച് ചെറുതാവാം വലുതാവാം. ബട്ട് കൗക്കാസസ് യൂണിവേഴ്സിറ്റി അത്രയും വാസ്റ്റ് ആൻഡ് വൈഡ് ആയതുകൊണ്ട് തന്നെ 2 ക്യാൻറ്റീനാണ് ഞാൻ കണ്ടത്. ആ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. യൂണിവേഴ്സിറ്റിന്റെ പുറത്തുള്ള ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ബട്ട് യൂണിവേഴ്സിറ്റിന്റെ അകത്ത് തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അവർക്ക് ബ്രേക്ക് ടൈമും കാര്യങ്ങൾക്കും ഫുഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ബിഗ് 2 ക്യാൻറ്റീൻസ് ആ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെ 2 വലിയ ക്യാൻറ്റീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇനി കൗക്കാസ് യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുമ്പോൾ സ്റ്റുഡൻറ് പോർട്ടൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ജോർജിയയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഒട്ടുമിക്ക മേജർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടോപ്പ് പ്രോമിനന്റ് യൂണിവേഴ്സിറ്റീസിനൊക്കെ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡൻറ് പോർട്ടൽ ഉണ്ട്. ആ സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് അവരുടെ റിസൾട്ട്, അവരുടെ എക്സാം, അവരുടെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ് പോർട്ടൽ വെച്ചിട്ടാണ്. അത് അവരുടെ ഓരോ സ്റ്റുഡൻറ്റിനും ഒരു കൗക്കാസ് യൂണിവേഴ്സിറ്റി ID ഉണ്ടാവും. ID ആൻഡ് പാസ്വേഡ് വൺസ് ദ സ്റ്റുഡൻറ് എൻറോൾ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുന്നതാണ്. അത് വെച്ച് അവർക്ക് ലോഗിൻ ചെയ്യുക. അവരുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി, ഈവൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ട്യൂഷൻ ഫീ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ പോർട്ടലിൽ നിന്ന് തന്നെ സ്റ്റുഡൻറ്റിനെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. അതുപോലെ തന്നെ അവിടെ ക്ലാസ് ഷെഡ്യൂൾസ് മറ്റേ എക്സാം ക്ലാസ് ഷെഡ്യൂൾസിന്റെ കാര്യം ഡെയിലി നിങ്ങൾക്ക് കൗക്കാസ് യൂണിവേഴ്സിറ്റിന്റെ ഒരു മെയിൽ ID ഉണ്ടാവും. ആ ഒരു മെയിൽ ID വെച്ച് നിങ്ങൾ ആ മെയിൽ ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ അവർ പ്രൊവൈഡ് ആ ഒരു മെയിൽ ID ആൻഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഷെഡ്യൂൾ നിങ്ങൾക്ക് വരുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് മെയിലിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തറോലി, അത് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്, തറോലി ഡെയിലി മെയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു കരിക്കുലത്തിലേക്ക് പോകുവാണ്. മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ് സ്കെഡ്യൂള്, ടൈമിങ്, ഏത് പ്രൊഫസറാണ്, ഇന്ന സബ്ജക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും മെയിലിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്. എല്ലാ സ്റ്റുഡൻസിനും അത് എത്തിയിരിക്കും. അതുപോലെ തന്നെ ഈ 6 വർഷത്തെ കോഴ്സിന്റെ ഇടയിൽ നമുക്ക് വെക്കേഷൻസ് ഉണ്ടോ? വെക്കേഷന്റെ ടൈമിൽ നമുക്ക് നാട്ടിലേക്ക് വരാനുള്ള വെക്കേഷൻസ് ഓൾമോസ്റ്റ് ലൈക്ക് 2 months ആണ് ഉണ്ടാവുക പെർ ഇയർ. അതിന്റെ വെക്കേഷന്റെ എക്സാക്ട് ഡേറ്റ്സ് അവർ അക്കാഡമിക് കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റുഡൻസിനെ അറിയിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് 3-4 മാസം മുന്നേ വേണമെങ്കിൽ പ്രീ പ്ലാൻ ചെയ്തിട്ട് വെക്കേഷൻ തിരിച്ച് നാട്ടിലേക്ക് വരാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വെക്കേഷനിൽ വരാൻ വേണ്ടി പറ്റുന്നതാണ് സ്റ്റുഡൻസിന്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു ടൈമിങ് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ജോർജിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില യൂണിവേഴ്സിറ്റി ഫിക്സഡ് ടൈമിംഗ് ആണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ സ്കൂൾ ഡേയ്സിലെ പോലെ 9 to 6 അല്ലെങ്കിൽ 9 to 5 ആണ്. ബട്ട് ചില യൂണിവേഴ്സിറ്റി ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. കൗക്കാസസ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ ഫിക്സഡ് ടൈമിംഗ്. അവരുടെ ഓരോ ദിവസത്തെ ക്ലാസിന്റെ സ്കെഡ്യൂളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 2 to 5 ആണെങ്കിൽ 1 സെഷൻ എങ്കിൽ നാളെ ചില മോർണിംഗ് 9 to 2 ആയിരിക്കാം. നേരത്തെ അതായത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കും. നിങ്ങളുടെ ക്ലാസ് ടൈമിംഗ് ഇങ്ങനെയാണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് നോട്ട് എ ഫിക്സഡ് ക്ലാസ് സ്കെഡ്യൂൾ മാറിക്കൊണ്ടേയിരിക്കും. അത് ടൈം ചേഞ്ചിങ് ആണ്. ഫ്ലെക്സിബിൾ സ്കെഡ്യൂളാണ് യൂണിവേഴ്സിറ്റി നമ്മൾ സ്റ്റുഡൻസിനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടെന്താ വെച്ചാൽ, ഏതൊരു വീഡിയോയിൽ ഞാൻ കേട്ടത് സെമസ്റ്റർ ആയിട്ട് നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് കൗക്കാസ് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ആണോ? കൗക്കാസസ് യൂണിവേഴ്സിറ്റിയിൽ അവർ അലോ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ, അതായത് ഫസ്റ്റ് ഇയറിൽ പോകുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്ട്രാ ചാർജസ് വരുന്നതുകൊണ്ട് തന്നെ ആസ് പെർ സ്പെഷ്യൽ റിക്വസ്റ്റ് ഫ്രം അവർ സൈഡ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇയറിലെ പേയ്മെന്റ് സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയർ മാത്രം നമ്മൾക്ക് സെമസ്റ്റർ വൈസ് പേയ്മെന്റ് അലോ ചെയ്യുന്നതാണ്.
അത് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ സ്പെഷ്യൽ റിക്വസ്റ്റ് ഫ്രം അവർ സൈഡ് ആൻഡ് ആ ഒരു പ്രൊവിഷൻ നമ്മൾ സ്റ്റുഡൻസിന് ഒരു കൺവീനിയൻസിന് വേണ്ടി ചെയ്തതാണ്. ഫസ്റ്റ് ഇയറിലെ പേയ്മെന്റ് സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2 ആയിട്ട് പേയ്മെന്റ് ചെയ്യാം. നമ്മൾ ഇത്ര നേരം സംസാരിച്ച കൗക്കാസ് യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കൗക്കാസ് യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റ്സിലുള്ള ഞാൻ സോർട്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഞാൻ ദിൻഷാനോട് ചോദിച്ചത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മറ്റ് യൂണിവേഴ്സിറ്റികൾ, ജോർജിയയിലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ട് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ജോർജിയ എന്നുള്ളൊരു കൺട്രി ഓൾമോസ്റ്റ് ലൈക്ക് 25+ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അതിലേറെ തന്നെ 5+ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസിന് ഇതുപോലുള്ള പലവിധ ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഉത്തരവുമായി നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.